Assalamualaikum friends, welcome back to my channel Sana's Beauty Tips. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈമുട്ടുകളിലെയും കാൽമുട്ടുകളിലേക്ക് കറുത്ത പാടുകളും ആ ഒരു കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ ടൊമാറ്റോ ആണ്, തക്കാളിയാണ്. തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ തക്കാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഏജൻറ്റാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ ലൈറ്റൺ ചെയ്ത് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തക്കാളി. അപ്പം മാത്രമല്ല, നന്നായിട്ട് നമ്മുടെ സ്കിൻ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ തക്കാളി സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് തക്കാളിയുടെ ഈ ഒരു പൾപ്പാണ്. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു ടീസ്പൂണോളം തക്കാളിയുടെ ആ ഒരു പൾപ്പ് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അധികമൊന്നും വേണ്ടല്ലോ, നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും തേക്കാൻ വേണ്ട ആ ഒരു പാകത്തിന് മതി. ഇതിലേക്ക് അടുത്തത് ഞാൻ ചേർക്കുന്നത് അലോവേര ജെല്ലാണ്. ഒരു 1/4 ടീസ്പൂൺ or 1/2 ടീസ്പൂൺ അലോവേര ജെല്ല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സ്കിന്നിലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് അലോവേര ജെല്ല്. ഈ ഒരു ടൊമാറ്റോയുടെ ആ ഒരു ജ്യൂസും അലോവേര ജെല്ലും കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും, നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നിങ്ങളുടെ സ്കിന്നിന് ഉണ്ടാകുന്നത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു സ്ക്രബ്ബറാണ്. കാരണം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താലേ നമുക്ക് ആ ഒരു എഫക്റ്റ് എന്താ പറയുക, ഒന്നും കൂടി ആ ഒരു എഫക്റ്റ് ആ ഒരു അഴുക്കൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു എന്താ പറയുക ലെമൺ പീൽ പൗഡറാണ്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ലെമൺ പീൽ പൗഡർ ഇല്ലയെന്നാണെങ്കിൽ റൈസ് ഫ്ലവർ ഉണ്ടാവുമല്ലോ, അരിപ്പൊടി ചേർത്താൽ മതി. അരിപ്പൊടി ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പൊടി, നിങ്ങൾക്ക് സ്ക്രബിങ്ങിന് പറ്റിയത് ഏതെങ്കിലും ഒരു പൊടി ചേർക്കുക. ഇല്ലയെന്നാണെങ്കിൽ ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എഫക്റ്റഡ് ഏരിയാസിൽ, അതായത് കൈമുട്ടിലും കാൽമുട്ടിലും കഴുത്തിലൊക്കെ കറുത്ത പാടുകളുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മുടെ കൈയുടെ ഈ ഒരു മടക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ കരിവാളിപ്പുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. ആ ഒരു കരിവാളിപ്പൊക്കെ പോയി നന്നായിട്ട് ആ ഒരു സ്കിൻ ട്യൂൺ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സഹായിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആ ഒരു വീഡിയോ, നമ്മുടെ ആ ഒരു ഫേസ് പാക്ക്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. കൂടുതലും നമ്മുടെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ആൾക്കാർ, കരിവാളിപ്പൊക്കെ ഉള്ള ആൾക്കാർ, ഈ ചില ഭാഗങ്ങൾ മാത്രം കറുത്തിരിക്കുന്നവർക്ക് ഉണ്ടല്ലോ, ഈ മുഖത്താണെങ്കിലും ചില ഭാഗത്ത് നീരുണ്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റഡ് ഏരിയാസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഫുൾ ബോഡി വൈറ്റനിങ്ങിനും കൂടി ഉപയോഗിക്കാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ. നന്നായിട്ട് നിങ്ങളുടെ സ്കിൻ ലൈറ്റനായി വൈറ്റൻ ആവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഞാൻ ഇത് ജസ്റ്റ് എൻ്റെ കൈൻ്റെ ഒരു മുട്ടിലൊന്ന് ഞാൻ ജസ്റ്റ് തേച്ച് കാണിക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. 1-2 പ്രാവശ്യമൊന്നും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടൊന്നും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് പോവുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങുകയുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിപ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് പുതിയതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലർജറ്റിക് ആകുന്നില്ല എന്നാണെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ എല്ലാം കൂടി ഒരു ദിവസം ഒരെണ്ണം ഉപയോഗിച്ചു, പിന്നെ പിറ്റേ ദിവസം വേറെ ഉപയോഗിച്ചു, അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഒരെണ്ണം ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് നിങ്ങൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫേസ് പാക്ക് തന്നെ റെഗുലറായിട്ട് ഉപയോഗിച്ച് പോവുക. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓരോ ദിവസം ഓരോ വീഡിയോ കാണുന്നതിനനുസരിച്ച് ഓരോന്ന് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രം റെഗുലറായിട്ട് ഉപയോഗിക്കുക. ഒരു 2 വീക്സ് ഒക്കെ മിനിമം ഉപയോഗിച്ചാൽ മതിയാവും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങും. മാത്രമല്ല, നിങ്ങൾ ഒരു ഫേസ് പാക്ക് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണ്, ഡ്രൈ ആണോ ഓയിലി ആണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കൊച്ചു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ.